നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സഖാവ് MV ഗോവിന്ദൻ മുകേഷിന്റെ പ്രശ്നത്തിൽ പറഞ്ഞത് മറ്റൊന്നായിരുന്നു. കോടതി വിധിക്കും വരെ ആരോപണ വിധേയൻ മാത്രമാണെന്ന് പറഞ്ഞ അതേ സഖാവ് രാഹുൽ മാങ്കൂട്ടത്തോട് രാജിവെച്ച് പുറത്തു പോകാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടത്. ഇതാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ CPMന്റെ ഇരട്ടത്താപ്പ്. കേരള രാഷ്ട്രീയത്തിൽ പീഡനാരോപണങ്ങൾ ഒരു പുതിയ വിഷയമല്ലല്ലോ. പലപ്പോഴും ഇത്തരം കേസുകളിൽ പ്രതിക്കൂട്ടിലാകുന്നത് രാഷ്ട്രീയ നേതാക്കളോ അവരുടെ അനുയായികളോ ഒക്കെ തന്നെയാണ്. എന്നാൽ ഓരോ കേസിലും ഭരണപക്ഷത്തിന്റെ നിലപാടുകൾ മാറുന്നുണ്ടോ എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അടുത്തിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്ത് നേരിട്ട സൈബർ ആക്രമണവും തുടർന്നുണ്ടായ പീഡനാരോപണവും CPMന്റെ ഇരട്ടത്താപ്പ് നയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തിരികൊളുത്തിയിരിക്കുകയാണ്. യുവനേതാക്കൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ CPM കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് വ്യാപകമായ വിമർശനങ്ങൾ നിലവിലുണ്ട്. അടുത്തിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം ഒരു യുവതിയെ പീഡിപ്പിച്ചു എന്നാരോപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വാർത്ത വന്നിരുന്നു. ഈ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പ്രതികരണം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഒരു ആരോപണം ഉയർന്നാൽ ഉടൻ തന്നെ രാജിവെക്കുകയാണ് വേണ്ടതെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. എന്നാൽ മുൻപ് CPMലെ പല നേതാക്കൾക്കെതിരെയും സമാനമായ ആരോപണങ്ങൾ വന്നപ്പോൾ സ്വീകരിക്കാത്ത ഒരു നിലപാടാണ് MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. CPMന്റെ MLAമാർക്കെതിരെ പീഡനാരോപണങ്ങൾ ഉയർന്നപ്പോൾ അവർ സ്ഥാനങ്ങൾ രാജിവെക്കാതെ തുടർന്നത് കേരളം കണ്ട കാഴ്ചയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാർട്ടിയോ പാർട്ടി സെക്രട്ടറിയോ ഈ വിഷയത്തിൽ പൊതുനിലപാട് എടുക്കുകയോ രാജി ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല. അന്ന് മൗനം പാലിച്ചവരൊക്കെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ വന്നപ്പോൾ രാജി ആവശ്യപ്പെട്ടത് ഇരട്ടത്താപ്പിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്: രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങളെ പാർട്ടി എങ്ങനെയാണ് സമീപിക്കുന്നത്? ആരോപണം ഉയർന്നാൽ ഉടൻ രാജിവെക്കണം എന്ന ഒരു പൊതു മാനദണ്ഡം CPMനുണ്ടെങ്കിൽ അത് എല്ലാ നേതാക്കൾക്കും ഒരുപോലെ ബാധകമാകേണ്ടതല്ലേ? സ്വന്തം പാർട്ടിക്കാരൻ പ്രതിയാകുമ്പോൾ ഒരു നിലപാടും പ്രതിപക്ഷം പ്രതിയാകുമ്പോൾ മറ്റൊരു നിലപാടും സ്വീകരിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേർന്നതാണോ? ഇത്തരം സമീപനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ആരോപണം ഉയർന്നാൽ അതിനെ നിയമപരമായി നേരിടാൻ അവസരം നൽകേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയപരമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നവർ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ പൊതുജനങ്ങൾക്ക് കഴിയാതെ വരുന്നുണ്ട്. രാഷ്ട്രീയ പോരാട്ടങ്ങൾ വ്യക്തിപരമായ ആക്രമണങ്ങളായിട്ട് മാറുമ്പോൾ ജനാധിപത്യം ദുർബലമാകുന്നു. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറേണ്ടത് അത്യാവശ്യമാണ്. പിണറായി മന്ത്രിസഭയിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പീഡനാരോപണത്തിൽപ്പെട്ട ഭരണാധികാരികൾ ആരൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. അവരിൽ എത്ര പേർ രാജിവെച്ച് പുറത്തു പോയിട്ടുണ്ട് എന്നുകൂടി നമുക്ക് നോക്കാവുന്നതാണ്. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയായിരുന്ന AK ശശീന്ദ്രനാണ് പീഡനാരോപണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജിവെക്കേണ്ടി വന്ന ഒരാള്. 2017 ഒരു ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ ഒരു സ്ത്രീയുടെ സംഭാഷണത്തിൽ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച ശബ്ദരേഖ പുറത്തുവിട്ടു. ഈ ആരോപണം ഉയർന്നപ്പോൾ തന്നെ AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു. തനിക്കെതിരെ വന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹം വാദിച്ചുവെങ്കിലും രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് താൻ രാജിവെക്കുന്നതെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. പിന്നീട് ഈ കേസ് ഒത്തുതീർപ്പാക്കുകയും കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തി. മറ്റ് കേസുകളും ആരോപണങ്ങളിലേക്കും വരികയാണെങ്കിൽ AK ശശീന്ദ്രന്റെ രാജിക്ക് ശേഷം പിണറായി മന്ത്രിസഭയിലെ ചില നേതാക്കൾക്കെതിരെയും സമാനമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഈ വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾ ഒരുപോലെ ആയിരുന്നില്ല എന്ന് മാത്രം. MLAമാർക്കെതിരെയും നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പീഡനാരോപണങ്ങൾ ഉയർന്ന CPM MLAമാർക്ക് നേരെയും ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. എന്നാൽ ഒരു ആരോപണം ഉയർന്ന ഉടൻ രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നും നിയമപരമായ അന്വേഷണം നടക്കട്ടെ എന്നുമുള്ള നിലപാടാണ് പലപ്പോഴും ഭരണപക്ഷം സ്വീകരിച്ചത്. ഈ MLAമാരിൽ ആരും തന്നെ അവരുടെ പദവികൾ രാജിവെച്ച് ഒഴിഞ്ഞു പോയിട്ടുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് പഠിക്കാൻ രൂപീകരിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു പ്രധാന വിഷയമായിരുന്നു. ഈ റിപ്പോർട്ടിൽ നിരവധി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറായില്ല. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടിട്ടും പല കേസുകളിലും വ്യക്തമായ പരാതികളില്ല എന്ന കാരണം പറഞ്ഞ് സർക്കാർ ഒഴിഞ്ഞു മാറുന്നതും കേരളം കണ്ടതാണ്. ഈ വിഷയങ്ങളിൽ ഭരണപക്ഷം സ്വീകരിച്ച സമീപനങ്ങൾ രാഷ്ട്രീയമായ ഇരട്ടത്താപ്പിന്റെ ഉദാഹരണങ്ങളാണോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. സ്വന്തം മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ രാജി ആവശ്യപ്പെടുകയും അതേസമയം പാർട്ടിയിലെ മറ്റു നേതാക്കൾക്കെതിരെ സമാനമായ വിഷയങ്ങൾ വരുമ്പോൾ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് നീതിയുക്തമാണോ? പീഡനാരോപണങ്ങൾ ഒരു രാഷ്ട്രീയ വിഷയം എന്നതിലുപരി സമൂഹത്തെ ബാധിക്കുന്ന ഒരു ഗുരുതര പ്രശ്നം തന്നെയാണ്. ഇത്തരം വിഷയങ്ങളിൽ ഭരണകൂടം സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിനും കുറ്റവാളികളെ സംരക്ഷിക്കാതിരിക്കാനും വേണ്ടിയുള്ള ശക്തമായ നടപടികളാണ് സർക്കാർ കൈക്കൊള്ളേണ്ടത്. എന്നാൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ
താല്പര്യങ്ങൾ മുൻനിർത്തി നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ നീതിനിഷേധം സംഭവിക്കാനുള്ള സാധ്യതകളാണ് വർദ്ധിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഒരു വിവാദത്തെ എങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാമെന്ന് LDFന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡനാരോപണങ്ങൾ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ അവർ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് വിശകലനം ചെയ്യാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്ന ഉടൻ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നു. ആരോപണം നേരിടുന്ന ഒരാൾ ഉടൻ രാജിവെക്കണമെന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കെതിരെ ഉയർന്ന സമാന ആരോപണങ്ങളിൽ സ്വീകരിച്ച നിലപാടിൽ നിന്ന് അവർ വ്യത്യസ്തമായിട്ടാണ് പെരുമാറിയത്. ഇത് കോൺഗ്രസിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് അവർ ഉപയോഗിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ CPM സ്വീകരിച്ച നിലപാട് തങ്ങളുടെ മുൻ നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലെ നിലപാടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വലിയ ഇരട്ടത്താപ്പാണെന്ന് വ്യക്തവുമാണ്. പീഡനാരോപണങ്ങൾ നേരിട്ട CPM MLA-മാർ അവരുടെ സ്ഥാനങ്ങളിൽ തുടർന്നപ്പോൾ കോൺഗ്രസ് നേതാവിനോട് രാജി ആവശ്യപ്പെട്ടത് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ പൊതുസമൂഹത്തിൽ അപമാനിക്കാനുള്ള ഒരു തന്ത്രമാണ്. ഈ ഇരട്ടത്താപ്പ് വിഷയത്തിൽ പൊതു ചർച്ചകൾ ഉയർത്തുകയും കോൺഗ്രസിന്റെ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. സൈബർ ഇടങ്ങളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് CPM. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അവർ സൈബർ ഇടങ്ങളിൽ ശക്തമായ പ്രചാരണ ആയുധമാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് പൊതുജനത്തിന് ശ്രദ്ധ കോൺഗ്രസ് നേതാവിനെതിരെയുള്ള ആരോപണങ്ങളിലേക്ക് തിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. കൂടാതെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും കോൺഗ്രസിനെയും മൊത്തത്തിൽ പ്രതിരോധത്തിലാക്കാൻ ഈ സൈബർ ആക്രമണങ്ങൾ സഹായിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ LDF മുന്നോട്ട് വെക്കുന്ന പ്രധാന ആയുധം ധാർമ്മികത തന്നെയാണ്. ഒരു ഭാഗത്ത് സ്വന്തം നേതാക്കളുടെ വിഷയങ്ങളിൽ മൗനം പാലിക്കുകയും മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവിന്റെ വിഷയത്തിൽ ധാർമ്മികതയുടെ പേരുള്ള വിമർശനം ഉയർത്തുകയും ചെയ്യുന്നത് രാഷ്ട്രീയമായി വലിയ തന്ത്രമാണ്. അതായത് നടനും MLA-യുമായിട്ടുള്ള മുകേഷിനെതിരെ ഇത്തരം ആരോപണം വന്നപ്പോൾ സ്ഥാനം ഒഴിയണമെന്ന് ആവശ്യപ്പെടാത്ത പാർട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ മറ്റൊരു നിലപാട്, അത് തികച്ചും വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് കോൺഗ്രസിന്റെ പ്രതിരോധത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള LDF നിലപാടുകൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് നേട്ടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ തകർച്ചയും യുവ നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങളും ചൂണ്ടിക്കാണിച്ച് അവർ രാഷ്ട്രീയ ലാഭം നേടാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. കൂടാതെ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കി ഭരണപക്ഷത്തിനെതിരെയുള്ള വിമർശനങ്ങളെ വഴിതിരിച്ചുവിടാനും ഇത് സഹായിക്കും. ലളിതമായി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരം തന്നെയാണ്. അവർ ഈ വിഷയത്തെ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയിലേക്ക് മാറ്റുകയും കോൺഗ്രസിനെ രാഷ്ട്രീയമായും ധാർമ്മികമായും പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ വിഷയത്തിൽ അവർ സ്വീകരിക്കുന്ന ഓരോ നിലപാടും കേരള രാഷ്ട്രീയത്തിലെ നിലവിലെ ശക്തി സന്തുലിതാവസ്ഥയെ ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ്.